ഇത് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ലുക്ക്. പുറത്തോട്ട് വരച്ചു കൊടുക്കുന്നത് കണ്ണിൻ്റെ ഈ വാട്ടർ ലൈൻ ഉണ്ടല്ലോ, ഇവിടെ അല്ല. അവർക്കിത് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല രീതിയിൽ കണ്ണെഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് സൂപ്പറായിട്ട് സ്പ്രെഡ് ആവാതെ ഇങ്ങനെ ഒലിച്ച് വരാതെ എങ്ങനെ കണ്ണെഴുതാം എന്നാണ്. കണ്ണെഴുതാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ പഴയ ഒരു മോഡൽ അല്ലാതെ നല്ല മോഡേൺ ആയിട്ട്, അതായത് നമുക്ക് കുറച്ചുകൂടെ വെസ്റ്റേൺ ടച്ചൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ഐ മേക്കപ്പ് ഞാൻ ചെയ്തേക്കുന്നത്. സോ ഇത് മോസ്റ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം, അതായത് ചെറിയ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയുടെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഐ മേക്കപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും. കറക്റ്റായിട്ട് സൂപ്പറായിട്ട് ഒരു ഐ ലുക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് ഓണം, ഫെസ്റ്റിവൽ, കല്യാണത്തിൻ്റെ ടൈമൊക്കെയാണ് വരുന്നത്. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫംഗ്ഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പ് ലുക്കാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോയിലോട്ട് പോവാം. എന്താണോ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് അത് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൗഡർ ഇടാനാണോ ഇഷ്ടം, ഫേസ് സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം പൗഡർ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഫൗണ്ടേഷൻ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് ചെയ്തതിന് ശേഷം നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോവാം. ഐബ്രോസ് നമ്മൾ ഇതിൻ്റെ കൂടെ കവർ ചെയ്യുന്നുണ്ട്. സോ ഐബ്രോസ് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഐ മേക്കപ്പിന് നല്ല രീതിയിൽ ആപ്റ്റ് ആവും. സോ ഞാനിപ്പോൾ ഷേപ്പ് ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലോ ഷോർട്ട് വീഡിയോയിലോ എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടവർക്ക് അറിയായിരിക്കും. എനിക്കിപ്പോൾ ഇത് കുറച്ച് പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്, ഡിസോർഡറായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മുടി പോയിട്ട് ഒരു വല്ലാത്തൊരു അവസ്ഥയിരിക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് വളർന്നിട്ട് വേണം എനിക്ക് ഇനി ഇത് കറക്റ്റായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. ഈവൻ നിങ്ങൾ ത്രെഡ് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പോലും, അങ്ങനെ ചെയ്യുന്ന ഒരു ശീലം ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും ഈ ഒരു ഐ മേക്കപ്പ് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ നമ്മുടെ കണ്ണിങ്ങനെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഒരു ഭംഗിയൊക്കെ ഉള്ള പോലെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യം നമ്മൾ എന്താണോ സാധാരണ ചെയ്യുന്നത് അത് ചെയ്യുക. ബാക്കിയെല്ലാം തന്നെ നമ്മൾ മുഖമൊക്കെ കഴുകി പൗഡറൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇട്ട് ബാക്കി മേക്കപ്പ് കൺസീലർ വെച്ചൊക്കെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഈ വീഡിയോയിൽ ഐ മേക്കപ്പ് മാത്രമാണ് കാണിക്കുന്നത്. മുന്നേ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്, ഒന്നല്ല 2-3 ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ഫുൾ മേക്കപ്പ് വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് പോലും എങ്ങനെ ചെയ്യാമെന്ന് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ ഇവിടെ മുകളിൽ ഐ ബട്ടണിലൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ബേസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു ഡള്ളായിട്ട് അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പൗഡർ ആയാലും നല്ല രീതിയിലൊന്ന് കോമ്പാക്ട് പൗഡർ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഫൗണ്ടേഷനോ കൺസീലറോ എന്താണോ ഉള്ളത് അത് വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ബേസ് എടുക്കുക. അതിനുശേഷം നമുക്ക് കാജൽ എടുക്കാം. ഈ ഒരു കാജലൊന്നല്ല, നിങ്ങളുടെ കയ്യിൽ ഏത് കാജലാണോ ഉള്ളത് അതെടുക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ മുകൾ ഭാഗത്തൊന്ന് വരച്ചു കൊടുക്കുക. ഇൻ ദ സെൻസ് ഇവിടം വരെ മാത്രം, കണ്ണിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ മാത്രം ഒരേപോലെ വരച്ചു കൊടുക്കുക. ഈ വളരെ തിന്നായിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട്, കട്ടി കൂടുതലാക്കി വരച്ചു കൊടുക്കരുത്. ഒറ്റ ലൈൻ മാത്രം ആദ്യം കൊടുക്കുക. ഇങ്ങനെ കാണിച്ചു തരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് വരച്ചു കൊടുക്കാറ് പൊതുവേ. ഇപ്പം എനിക്ക് ക്യാമറയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അടുത്ത് വരണം. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 കണ്ണിലും നമ്മളിതുപോലെ ചെയ്യണം. ഞാൻ ഒരു കണ്ണിൽ കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നല്ല നീറ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐലൈനർ, ഈ ഒരു ഐ മേക്കപ്പിൻ്റെ പ്രത്യേകത തന്നെ വളരെ നീറ്റായിട്ടുള്ള ഒരു ലുക്കായിരിക്കും. മെസ്സി ആയിട്ട് അല്ലെങ്കിൽ ഉണ്ട കണ്ണ് മാതിരി ഒന്നും ഉണ്ടാവത്തില്ല. വളരെ നീറ്റായിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. സോ നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും ഏതൊരു ഫംഗ്ഷനും ധൈര്യമായിട്ട് ചെയ്യാം. ഒരു ലൈനും കൂടെ അതിന്
അതിൻ്റെ പുറത്തോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടുന്നത് നമ്മുടെ കണ്ണിന് ഏതാണ് ചേരുന്നതെന്നുള്ളത്. വിട്ട് നോക്കുക, നോക്കിയിട്ട് നമ്മുടെ കണ്ണിന് ചേരുന്നത് ഏതാണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ബാക്കി ചെയ്തു കൊടുക്കാനായിട്ട്. ഓക്കെ, ഈ ഒരു 2 ലൈൻ ചെയ്തപ്പോൾ എനിക്കിത് മതി. ഞാൻ ഇങ്ങനെയാണ് ആ ലുക്ക് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ട്രിക്കി പാർട്ട് എവിടെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ കണ്ണിൻ്റെ താഴെ ഉണ്ടല്ലോ, താഴെ ഈ ഒരു സെയിം അളവിന് വേണം വരച്ചു കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ലൈനും റാൻഡമായിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൈ നിൽക്കത്തില്ല. സോ ഞാൻ അവിടെ മുകളിൽ 2 ലൈൻ വരച്ചു കൊടുത്തു, താഴെയും ഞാൻ അതുപോലെ 2 ലൈൻ വരച്ചു കൊടുത്ത് നോക്കിയിട്ട് ഇത് രണ്ടും തമ്മിൽ ഓക്കെ ആവുന്നുണ്ടോ, അതായത് വിഡ്ത്ത് കറക്റ്റ് ആണോ നോക്കിയിട്ട് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൈൻ വരച്ചു കൊടുക്കാം. കണ്ണിൻ്റെ ഈ വാട്ടർ ലൈൻ ഉണ്ടല്ലോ, ഇവിടെ അല്ല, നമ്മുടെ കൺപീലിയുടെയൊക്കെ താഴെ ഉണ്ടല്ലോ അവിടെയാണ് വരച്ചു കൊടുക്കുന്നത്. വാലിടരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ വാലിട്ട് കൊടുക്കുകയും ചെയ്യരുത്. കാരണം വാല് നമുക്ക് ഏറ്റവും അവസാനം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് അല്ല. സോ നമുക്കിതിൽ വാല് അത്യാവശ്യമുള്ള കാര്യമല്ല. അപ്പം നോക്കിയിട്ട് നിങ്ങളുടെ സിറ്റുവേഷനും ഒക്കേഷനും അനുസരിച്ചിട്ട് വാല് വേണമെങ്കിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ താഴെ ഒന്ന് വരച്ചു കൊടുക്കട്ടെ. ഇവിടെയും നമ്മൾ ഒരു ലൈന് എല്ലായിടത്തും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊന്നും നമ്മൾ ഷാർപ്പാക്കിയിട്ടൊന്നുമില്ല. ഇവിടെ നാച്ചുറലി നമ്മൾ വരച്ച് വരുമ്പോൾ ഇവിടെ ഒന്ന് ഷാർപ്പാകും, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് അവിടെ ഇങ്ങനെ ഷാർപ്പാക്കി തിന്നാക്കി ഒന്നും വരച്ചിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ വേണം കേട്ടോ. ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ കുറച്ചിങ്ങനെ റൗണ്ടായിട്ട് തന്നെ വരണം, അപ്പോഴാണ് ഭംഗി ഉണ്ടാവുക. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സോ നോക്കുക, നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഇത് ആക്ച്വലി ഫസ്റ്റ് ലൈനാണ് ഞാൻ ഇപ്പോൾ വരച്ചു കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ മുകളിലത്തതിനെക്കാളും തിന്നാണിത്, ഇത് കട്ടി കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലൈൻ വരച്ചു കൊടുക്കാം. ശ്രദ്ധിച്ച് വേണം വരയ്ക്കാനായിട്ട്. കാര്യം നമുക്ക് മറ്റേതിനേക്കാളും വലുതായി പോകരുത്, പിന്നെ ഇവിടെ ഒരു അഭംഗി ഉണ്ടാവരുത്. സോ ഞാനിപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പം ശരിക്കും എനിക്ക് സാറ്റിസ്ഫൈങ് ആയി, രണ്ടും കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതുപോലെ ഇവിടെയും കൂടെ ഒന്ന് വരയ്ക്കട്ടെ. ഇത് കണ്ണിലും അതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ ലൈൻ ഫില്ല് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വാട്ടർ ലൈൻ ഉണ്ടല്ലോ അവിടെ എങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക, അപ്പോഴാണ് ശരിക്കും നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവുന്നത്. സോറി കേട്ടോ, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും. സോ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോഴാണ് ശരിക്കും ആ ലുക്ക് ഒന്ന് ടോൺ ഡൗൺ ആയത്. കാര്യം അല്ലെങ്കിൽ ഒരു മിസ്മാച്ച് ഉണ്ടായിരുന്നില്ലേ, ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. ഇനി മുകളിലും നമുക്ക് വാട്ടർ ലൈനിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ചിലർ ഇങ്ങനെ വച്ചിട്ട് തന്നെ വരയ്ക്കും, പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വാട്ടർ ലൈൻ മാത്രം ഫില്ല് ചെയ്യുന്നവരുണ്ട്, അവർക്കിത് ഭയങ്കര സിമ്പിളായിരിക്കും. സോ ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഐബ്രോ പാലറ്റിൽ നിന്ന് ഈ ഒരു ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് കളർ ഉണ്ട്. പക്ഷേ ഇത് അത്രയ്ക്ക് നമ്മുടെ കരി പോലെ ഒന്നും ബ്ലാക്ക് അല്ല. സോ ഞാൻ അത് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കണ്ണിങ്ങനെ നിൽക്കുന്നില്ലേ, അതൊക്കെ മാറിയിട്ട് ഇതൊന്ന് ടോൺ ഡൗൺ ആവും, ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് കിട്ടും. സോ ഇതിനെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. മുകളിലും താഴെയും നമുക്ക് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് കേട്ടോ, ഇങ്ങനെയാണ് ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് വരുന്നത്. സോ ഞാനിപ്പോൾ ഇതിൽ വാലിട്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വേണം വാലിട്ട് കൊടുക്കാനായിട്ട്. അറിയാൻ പോലും പറ്റില്ല. കണ്ടോ, ഇത് വെച്ച് ഇങ്ങനെ ഒന്ന് വാലിട്ട് കൊടുക്കുക. ചെറിയൊരു വാൽ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് ആക്ച്വലി അങ്ങനെ വാലിട്ട് കണ്ടെഴുതുന്ന പോലത്തെ ഐ മേക്കപ്പ് അല്ല.
കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. കണ്ടു, എനിക്ക് ശരിക്കും നന്നായിട്ട് ഇഷ്ടമായി. കണ്ടു, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐ മേക്കപ്പിനൊപ്പം നമ്മൾ ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുന്നതാണ് നല്ലത്. അപ്പോഴായിരിക്കും ആ ഒരു ഐ മേക്കപ്പ് നന്നായിട്ട് എടുത്ത് കാണിക്കുള്ളൂ. സോ ഞാനിനി ഐബ്രോസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഐബ്രോ പെൻസിലാണോ യൂസ് ചെയ്യുന്നത്, ഐബ്രോ കിറ്റാണോ യൂസ് ചെയ്യുന്നത്, ഇതുപോലെ എന്താണോ എന്ന് വെച്ചാൽ അത് വെച്ച് നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഐബ്രോസിൻ്റെ മാത്രമായിട്ട് വേണമെങ്കിൽ ഞാനൊരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നല്ല രീതിയിൽ എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് ഇപ്പം ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല. സോ ഞാൻ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യാം. എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോസിൽ ഞാൻ ചെറുതായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറേ ബ്യൂട്ടി ടിപ്സും നമുക്കിതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അടിപൊളിയായിട്ടുള്ളൊരു ലുക്ക് കിട്ടുന്നതിനുള്ള കുറേ ടിപ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ നമ്മുടെ ഐ ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു ബാലിട്ടിട്ട് അടിപൊളിയായിട്ടൊരു ഐ ലുക്കാണ്. നിങ്ങൾക്ക് ഐലൈനർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ മസ്കാര ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. മസ്കാര ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. പക്ഷെ മസ്കാര ഉള്ളപ്പോൾ നല്ല കൺപീൽ നല്ല വിടർന്നിരിക്കും. വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കണം കേട്ടോ. താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ, ടേക്ക് കെയർ.